ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആണല്ലേ? അതെ. ലൈഫിൽ എപ്പോഴും ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ടേൺസ് ഒക്കെ എടുക്കാറുണ്ടോ? ആക്ച്വലി ഞാൻ PG കഴിഞ്ഞ് ജോലിക്കൊന്നും പോവാതെ ഫുൾ ടൈം ഇൻഫ്ലുവൻസർ ആയപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയായിരുന്നു. ഞാൻ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് എങ്ങനെ മനസ്സിലായി? അത് ഈ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞപ്പോൾ മനസ്സിലായി. ഓ, ഞാൻ വിചാരിച്ചു കണിമാനാണെന്ന്. ഈ വണ്ടി ഒന്ന് എടുത്ത് മാറ്റിയായിരുന്നെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോവായിരുന്നു. ഇതിപ്പോ ഒത്തിരി ചെലവാവുമല്ലോ. റൂം റെന്റ് തന്നെ 50,000 ആവും. ബാക്കി എല്ലാം കൂടെ ഒരു 3-4 ലക്ഷം ആവില്ലേ? 4 ലക്ഷമോ? ഇൻഷുറൻസ് വല്ലതും ഉണ്ടോ? വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് മാത്രല്ല, മനുഷ്യനും വേണം. ഇതൊക്കെ നേരത്തെ എടുത്ത് വെക്കണ്ടേ? മാസം വല്ല 400-500 ഒക്കെ അല്ലേ ആവുള്ളൂ. താങ്കളെ പോലുള്ള പ്രോ റൈഡേഴ്സ് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള ചെറിയ പ്രീമിയം കൊണ്ട് വല്ല കാര്യമുണ്ടോ? അയ്യോ, ഇത് 1 കോടി വരെ കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാ. എനിക്ക് 1 കോടി പോരാ. എന്നാൽ അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാൻസ് ഉണ്ട്. ബയോയിലുള്ള ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറെ കമ്പനീസിന്റെ പ്ലാൻസ് കമ്പയർ ചെയ്തിട്ടെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പോളിസി നോക്കിയെടുക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അവരോട് മലയാളത്തിൽ തന്നെ നേരിട്ട് കോൾ ചെയ്ത് സംസാരിക്കാം. നന്നായിട്ടുണ്ട്. എന്നാ ഇപ്പൊ തന്നെ ബയോയിലുള്ള ലിങ്ക് വെച്ചെടുത്തോളൂ. അയ്യോ, ഇപ്പൊ പറ്റില്ല. അതെന്താ? കൈ അനക്കാൻ പറ്റുന്നില്ല, ഫ്രാക്ചർ ആയെന്നാ തോന്നുന്നു. അയ്യോ, എന്നാ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവൂ. അതിന് വണ്ടി ഇവിടെ മാറ്റടി തള്ളേ. മുന്നോട്ടല്ല, ബാക്കോട്ട്.